ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൂസ് ആൻഡ് ഡോൺട്സ് ഓഫ് ഇമെയിൽ എറ്റിക്വറ്റ് ആണ്. അതായത് ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബി കോൺസൈസ് ആൻഡ് ടു ദി പോയിൻ്റ്. അതായത് ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെന്താവാൻ പാടില്ല, ഇമെയിൽ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നോട്ട് മേക്ക് ആൻ ഇമെയിൽ ടു ലോങ്, അതൊരിക്കലും ഒരുപാട് വലിച്ച് നീട്ടിയിട്ടാവരുത് ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പോയിൻ്റ് മാത്രം, നമുക്ക് എന്താണ് പോയിൻ്റ് വേണ്ടത് അത് മാത്രമായിരിക്കണം ഇമെയിലിൽ കാണിക്കേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ഇൻ എ പോസിറ്റീവ് ടോൺ. അതായത് ടോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോൺ വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഷുഡ് ബി സ്മൂത്ത് ഇനഫ് ടു ഗിവ് കംഫർട്ട് ടു ദി റീഡർ. ആ ഒരു മെസ്സേജിൻ്റെ ടോണ് വായിക്കുന്ന ആളുകൾക്ക് ആ ഒരു മെസ്സേജ് കംഫർട്ടബിളായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് എക്സ്ട്രീമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള പ്രൊപ്പോസിഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് പ്രൊഫഷണൽ ഇമെയിൽസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. ഇത് എന്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് മിസ്റീഡ്, ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള, അപ്പോൾ ചില വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ആളുകൾ വായിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, അഡ്രസ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് ടു അവോയ്ഡ് ഡിലൈസ്. അതായത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുകയാണ്, അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ കൺസേൺസ്, ഡിലൈസ് ഒന്നും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ഇമെയിൽ റിപ്ലൈ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കും ഇമെയിലിൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് വിൽ നോട്ട് ഓൺലി സേവ് സെൻറ്റേഴ്സ് ആൻഡ് റെസിപ്പിയൻ ടൈം ബട്ട് ഓൾസോ ദി റീഡർ വിൽ ബി ഇംപ്രസ്ഡ് വിത്ത് എഫിഷ്യൻറ്റ് സർവീസ്. അതായത് ഇവിടെ എന്തുണ്ടായിരിക്കണം, സെൻറ്റേഴ്സിൻ്റെ അതുപോലെ റെസിപ്പിയൻസിൻ്റെ ടൈം അല്ല ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റീഡർക്ക് അത് എത്രത്തോളം ഇമ്പ്രസീവായി, അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ ഇമെയിൽ ചെയ്തിട്ടുള്ളത് എന്നായിരിക്കണം കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഡിലേ വരുത്താൻ പാടില്ല. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് അബൌട്ട് സിംഗിൾ സബ്ജക്റ്റ്. ഒരു സിംഗിൾ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. എ സിംഗിൾ സബ്ജക്റ്റ് നീഡഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ വൺ ഇമെയിൽ. ഒരു ഇമെയിലാണ് സിംഗിൾ സബ്ജക്റ്റ് നമുക്ക് കാണിക്കേണ്ടത്, അത് ആവശ്യമുള്ളത്. അതായത് നമ്മളത് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് മെസ്സേജ് അതർ സബ്ജക്റ്റിൻ്റെ കൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും ഇത് കാണിക്കേണ്ട, സിംഗിൾ സബ്ജക്റ്റ് ആയിരിക്കണം ഒരു ഇമെയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് മൾട്ടിപ്പിൾ തിങ്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ്സ് ഒന്നും നമുക്ക് എഴുതാം, പക്ഷെ അതെന്തായിരിക്കില്ല, ആളുകൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിംഗിൾ സബ്ജക്റ്റാണ് എപ്പോഴും ഒരു ഇമെയിലിൽ എഴുതേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, യൂസ് പ്രോപ്പർ സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് പഞ്ച്വേഷൻ. അതായത് ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ അല്ല വേറെ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ അതിൽ എഴുതുന്ന കാര്യങ്ങളുടെ സ്പെല്ലിംഗ് എറർ ഇല്ലാണ്ടായിരിക്കണം, അതുപോലെ ഗ്രാമർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം, അതുപോലെ പഞ്ച്വേഷൻ ഉണ്ടായിരിക്കണം. നല്ല ഗുഡ് ഇംപ്രഷൻ. ഒരു കമ്പനിയുടെ പ്രൊഫഷണൽ ഇമെയിൽസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഗുഡ് ഇംപ്രഷനോട് കൂടിയുള്ള ഇമെയിൽ ആയിരിക്കണം. അപ്പോൾ ആ മെസ്സേജ് പ്രോപ്പറായിട്ട് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇമെയിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, റീഡ് ദ ഇമെയിൽ മെസ്സേജസ് ബിഫോർ സെൻഡ് ഇറ്റ്. ആ ഒരു ഇമെയിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് വായിക്കണം. കാരണം നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട്, അത് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് ആ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ. അതായത് ഈ റെസിപ്പിയൻറ്റിന് ആ ഒരു ആക്ഷൻസ് റെസ്പോണ്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഒരു മെസ്സേജിനോടൊപ്പം എന്തൊക്കെ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷനിൽ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇപ്പോൾ പ്രോഫിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിൻറ്റ്, കീപ്പ് ലാംഗ്വേജ് ജെൻഡർ ന്യൂട്രൽ. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഓൾസോ ദി ന്യൂട്രൽ ജെൻഡർ ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കണം. അതായത് ഫീമെയിലിനും മെയിലിനും ഒരേപോലെ പറ്റുന്ന രീതിയിലായിരിക്കണം മെസ്സേജ് ഉപയോഗിക്കേണ്ടത്.
നെക്സ്റ്റ് വൺ, യൂസ് ആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് പാസീവ്. അതായത് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് വോയിസിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. നമുക്ക് പോസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം ഓരോ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കേണ്ടത്. അതായത് വി വിൽ പ്രോസസ് യുവർ ഓർഡർ ടുഡേ ഈസ് ബെറ്റർ ദാൻ യുവർ ഓർഡർ വിൽ ബി പ്രോസസ്ഡ് ടുഡേ. അതായത് നമ്മൾ ഈ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആണെന്ത്, വി വിൽ പ്രോസസ് യുവർ ഓർഡർ ടുഡേ. ഇന്ന് തന്നെ നമ്മുടെ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആക്റ്റീവാണ് എന്ത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അവോയ്ഡ് യൂസിങ് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതായത് മോർ സോ ദാൻ ഹൈ പ്രയോറിറ്റി ഓപ്ഷൻ യു മസ്റ്റ് അറ്റ് ഓൾ ടൈം. Try to avoid these types of words in an email or subject line even if the matter requires urgent action. അതായത് എന്തെങ്കിലും അർജൻറ്റ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അർജൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ആ വേർഡ്സ് ഉപയോഗിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വണ്, കീപ് യൂസ് പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട്. അതായത് ഒരു ഇമെയിൽ അല്ലെങ്കിൽ നമ്മളൊരു പാരഗ്രാഫ് വഴിയാണ് നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കണം, ഷോർട്ട് പാരഗ്രാഫ്സും ബ്ലാങ്ക് ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സെൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, കീപ് ഫ്ലെയിമിങ് അണ്ടർ കൺട്രോൾ. അതായത് നമ്മളൊരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ കൺട്രോളിലായിരിക്കണം ഓരോ മെസ്സേജും. അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ആ മെസ്സേജ് വായിക്കുമ്പോൾ അത് റോങ് ആയിട്ടൊന്നും തോന്നാൻ പാടില്ല. ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഉൾപ്പെട്ടുകൊണ്ടായിരിക്കരുത് അവരുടെ ഓരോ മെസ്സേജും ഉണ്ടായിരിക്കേണ്ടത്. നമുക്കത് എന്തായിരിക്കണം, നമ്മുടെ കൺട്രോളിലായിരിക്കണം അത് ഫ്ലെയിം ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ആഡ് ഡിസ്ക്ലെയിമേഴ്സ് ടു ഇൻ ഇമെയിൽസ്. അതായത് ഈ ഒരു ഡിസ്ക്ലെയിമേഴ്സൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ലാബിലിറ്റീനൊക്കെ എന്താ ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ചില പരസ്യം, ഇപ്പോൾ വിൻസോ ഗെയിമിൻ്റെ ഒക്കെ പരസ്യത്തിലുണ്ടാവും ഇത് എന്താണ് റിസ്ക് ആണെന്നൊക്കെ, അതേപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിസ്ക് ഉണ്ടെന്ന് അവർ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് ലാസ്റ്റ് വൺ, ചെക്ക് യുവർ ഇൻബോക്സ് ജസ്റ്റ് ബിഫോർ യു ലീവ് ഓഫീസ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മെസ്സേജസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡോണ്ട് കോപ്പി മെസ്സേജ് അറ്റാച്ച്മെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ. അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുള്ള ഒരു മെസ്സേജൊന്നും അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതെന്താണ്, അതൊരു റൂളാണ്. ബാക്കിയുള്ളവരുടെ മെസ്സേജ് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ അവരുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഡോണ്ട് യൂസ് ഇമെയിൽ ടു ഡിസ്കസ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽസ് ഉപയോഗിക്കാൻ പാടില്ല. അതായത് അത്രയും കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ ചിലപ്പോൾ ഹാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമെയിൽസ് ഉപയോഗിക്കുമ്പോൾ കോൺഫിഡൻഷ്യൽ അല്ലാത്ത ഇൻഫോർമേഷൻസാണ് ഷെയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, നെവർ റെസ്പോണ്ട് ഇഫ് യു ആർ അപ്സെറ്റ്. അതായത് നമ്മളെന്ന് പറയുന്നത് നമ്മൾ കൂളല്ല, നമുക്ക് റെസ്പോൺസ് ചെയ്യാനുള്ളൊരു മൂഡില്ല എന്നുണ്ടെങ്കിൽ ആ ഇമെയിലിന് അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്. കാരണം എന്തായിരിക്കാം, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം അതിനെന്തെങ്കിലും പിന്നെ ആ ഒരു നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജിൽ എന്തെങ്കിലും ഒരു മിസ്ലീഡിങ്ങോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. നെക്സ്റ്റ് വൺ, ഡോണ്ട് അറ്റാച്ച് അൺനെസസറി ഫയൽസ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസ് ഒന്നും അതിൽ ഈ ഒരു ഇമെയിലിൻ്റെ കൂടെ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. നെക്സ്റ്റ് വൺ, ഡോണ്ട് ഫോർഗെറ്റ് ടു അറ്റാച്ച് ഡോക്യുമെൻറ്റ്സ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറക്കാൻ പാടില്ല. മറക്കാതെ തന്നെ അത് ആഡ് ചെയ്യണം. ആ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് നെവർ യൂസ് സർക്കംസ് ഓർ റൂഡ് ജോക്സ്. അതായത് ഒരുപാട് അവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ജോക്സും കാര്യങ്ങളൊന്നും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാൻ പാടില്ല. ഈ ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തമാശയാണെന്ന് തോന്നുന്ന രീതിയിലൊന്നും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരരുത്. നെക്സ്റ്റ് വൺ, ഡോണ്ട് സെൻഡ് ഇമോഷണൽ ഇമെയിൽസ്. അതായത് ഇമോഷണൽ ഇമെയിൽസ് ഒന്നും ഒരു കമ്പനീനെ സംബന്ധിച്ച് നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് എന്ന് പറയുന്നത് അവർക്ക് ഫോർമൽ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ കൊണ്ടുവരാൻ പാടില്ല.
നെക്സ്റ്റ് വൺ, ഡു നോട്ട് റൈറ്റ് ഇൻ ക്യാപിറ്റൽസ്. അതായത് മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ആയിരിക്കും. അപ്പോൾ ആ ഇൻഫർമേഷൻസ് നമ്മൾ ക്യാപിറ്റലിൽ സെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്തായിരിക്കണം, സ്മോൾ ലെറ്ററിൽ തന്നെ ആയിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ഓവർ യൂസ് റിപ്ലൈ ടു ഓൾ. അതായത് ഓൺലി യൂസ് റിപ്ലൈ ടു ഓൾ ഇഫ് യു റിയലി നീഡ് യുവർ മെസ്സേജ് ടു ബി സീൻ ബൈ ഈച്ച് പേഴ്സൺ ഹു റിസീവ്ഡ് ദി ഒറിജിനൽ മെസ്സേജ്. അതായത് ഓവർ യൂസ് ചെയ്യാനുള്ള ഒരു അനുമതി ആർക്കും കൊടുക്കരുത്. ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും എത്തിക്കേണ്ട മെസ്സേജ് ആണെങ്കിൽ മാത്രം അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു റിക്വസ്റ്റ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ്, ഡു നോട്ട് യൂസ് അബ്രിവിയേഷൻ. അതായത് ഇമെയിൽസിലൊന്നും അബ്രിവിയേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പ്ലീസിൻ്റെ ഷോർട്ട് അല്ലെങ്കിൽ ബൈ ദ വേൻ്റെ ഷോർട്ടായിട്ടൊന്നും അങ്ങനെ ഷോർട്ട്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഇമോഷൻ അനുസരിച്ച് ഇമോഷൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, ഇമെയിൽ എറ്റിക്വറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.